ആകാശവാണി. രാജ്യത്ത് സമയബന്ധിതമായ പദ്ധതി വികസനം ഉറപ്പാക്കുന്നതിനായി പ്രധാനമന്ത്രി നേരിട്ട് നേതൃത്വം നൽകുന്ന പ്രഗതി സംരംഭം സംബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. പ്രോ ആക്റ്റീവ് ഗവേണൻസ് ആൻഡ് ടൈംലി ഇംപ്ലിമെന്റേഷൻ അഥവാ പ്രഗതിയുടെ 50ാമത് യോഗം വിജയകരമായി സംഘടിപ്പിച്ചുകൊണ്ട് രാജ്യം അടുത്തിടെ ഒരു സുപ്രധാന നാഴികക്കല്ല് കൂടി പിന്നിട്ടിരിക്കുകയാണ്. ഭരണം ശക്തിപ്പെടുത്തുന്നതിലും കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഏകോപനം മെച്ചപ്പെടുത്തുന്നതിലും ഇന്ത്യയിലുടനീളമുള്ള പ്രധാന വികസന പദ്ധതികളുടെ സമയബന്ധിതമായ നിർവഹണം ഉറപ്പാക്കുന്നതിലും പ്രഗതിക്ക് വലിയ പങ്കാണുള്ളത്. 2015 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഗതിക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ പ്രധാന അടിസ്ഥാന സൌകര്യ പദ്ധതികളുടെയും പൊതുജന പരാതികളുടെയും തത്സമയ നിരീക്ഷണവും പരിഹാരവും ഉറപ്പാക്കുന്നതിലൂടെ പ്രഗതി ഭരണനിർവഹണത്തിൽ ക്രിയാത്മകവും ഫലപ്രദവുമായ പരിവർത്തനം സാധ്യമാക്കി. ദേശീയപാതകൾ, റെയിൽവേകൾ, തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ തുടങ്ങിയ അടിസ്ഥാന സൌകര്യ വികസനം, പരമ്പരാഗതവും പുനരുപയോഗിക്കാവുന്നതുമായ ഊർജ്ജ പദ്ധതികൾ, ജലസേചനം, നദീ മാനേജ്മെന്റ്, കുടിവെള്ളം, ഭവന നിർമ്മാണം, സ്മാർട്ട് സിറ്റികൾ, ശുചിത്വം എന്നിവയുൾപ്പെടുന്ന നഗരവികസനം, ഇങ്ങനെ വിശാലമായ തലങ്ങളിലാണ് പ്രഗതിയുടെ പ്രവർത്തനം. ആരോഗ്യം, വിദ്യാഭ്യാസം, പോഷകാഹാരം, ദീർഘകാലമായി ജനങ്ങൾ ഉന്നയിക്കുന്ന പരാതികൾ തുടങ്ങിയവയും പ്രഗതി യോഗങ്ങളിലൂടെ അവലോകനം ചെയ്യപ്പെടുന്നു. വികസനപരവും അല്ലാതെയുമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലൂടെ പ്രഗതി ഭരണത്തിന് ജനകേന്ദ്രീകൃത സമീപനം ഉറപ്പാക്കുന്നു. 50 യോഗങ്ങൾ പൂർത്തിയാക്കിയതിലൂടെ പ്രഗതി ഇതുവരെ 100 കണക്കിന് അടിസ്ഥാന സൌകര്യ പദ്ധതികൾ അവലോകനം ചെയ്തു. ലക്ഷക്കണക്കിന് കോടി രൂപയുടെ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സഹായിച്ചു. നയനിർവഹണത്തിന്റെ വേഗത വർദ്ധിപ്പിച്ചു. ഒരു ഭരണ ഉപകരണമെന്ന നിലയിൽ പ്രഗതിയുടെ സുസ്ഥിരവും ഫലപ്രാപ്തിയും തെളിയിക്കുന്നതാണ് ഈ നേട്ടങ്ങൾ. കഴിഞ്ഞ ദശകത്തിൽ 85 ലക്ഷം കോടി രൂപയിലധികം മൂല്യമുള്ള പദ്ധതികൾ ത്വരിതപ്പെടുത്താൻ പ്രഗതി സഹായിച്ചതായി പ്രഗതിയുടെ 50ാമത് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. റോഡ്, റെയിൽവേ, വൈദ്യുതി, ജലവിഭവം, കൽക്കരി എന്നീ മേഖലകളിലായി 5 സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന നിർണായക അടിസ്ഥാന സൌകര്യ പദ്ധതികൾ പ്രധാനമന്ത്രി യോഗത്തിൽ അവലോകനം ചെയ്തു. 40,000 കോടി രൂപയിലധികം ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതികളാണിവ. സാമൂഹിക മേഖലയ്ക്കായി ചീഫ് സെക്രട്ടറി തലത്തിൽ പ്രഗതി പോലുള്ള സംവിധാനങ്ങൾ ആവിഷ്കരിക്കാൻ പ്രധാനമന്ത്രി സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ചു. ഇന്ത്യ അതിവേഗം മുന്നേറുമ്പോൾ പ്രഗതിയുടെ പ്രസക്തി വർദ്ധിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു. പ്രഗതിയുടെ കീഴിൽ ഇതുവരെ 377 പദ്ധതികൾ അവലോകനം ചെയ്തിട്ടുണ്ട്. ഈ പദ്ധതികളിലായി തിരിച്ചറിഞ്ഞ 3162 പ്രശ്നങ്ങളിൽ 2958 എണ്ണം, അതായത് ഏകദേശം 94% പരിഹരിക്കപ്പെട്ടു. പതിറ്റാണ്ടുകളായി മുടങ്ങിക്കിടന്ന നിരവധി പദ്ധതികൾ പ്രഗതി പ്ലാറ്റ്ഫോമിന് കീഴിൽ പൂർത്തീകരിക്കാനായി. 1997 ആദ്യമായി വിഭാവനം ചെയ്ത അസമിലെ ബോഗിബീൽ റെയിൽ കം റോഡ് പാലം, 1995 നിർമ്മാണം ആരംഭിച്ച ജമ്മു ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക്, 1997 വിഭാവനം ചെയ്ത നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളം, 2007 അംഗീകാരം ലഭിച്ച ഭിലായ് സ്റ്റീൽ പ്ലാന്റിന്റെ നവീകരണവും വിപുലീകരണവും, യഥാക്രമം 2008 2009 അനുവദിച്ച ഗദർവാര, ലാറ സൂപ്പർ തെർമൽ പവർ പ്രോജക്ടുകൾ എന്നിവ ഇതിലുൾപ്പെടുന്നു. റെയിൽവേ മന്ത്രാലയം ഏറ്റെടുത്ത് ഒഡീഷയിലെ ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ നടപ്പിലാക്കിയ ഒരു നിർണായക റെയിൽവേ അടിസ്ഥാന സൌകര്യ പദ്ധതിയായിരുന്നു 70 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഭുവനേശ്വർ ഡെലാങ് പുരി റെയിൽ പാത ഇരട്ടിപ്പിക്കൽ. 1650 കോടി രൂപയുടെ പദ്ധതിക്ക് 2012 മാർച്ചിൽ അനുമതി ലഭിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2015 ജൂണിൽ പ്രഗതിയുടെ കീഴിലുള്ള പദ്ധതികൾ അവലോകനം ചെയ്ത സമയത്ത് എത്രയും വേഗം എല്ലാ ജോലികളും പൂർത്തിയാക്കണമെന്ന് റെയിൽവേ മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകി. ഈ ഇടപെടലുകളെ തുടർന്ന് ദ്രുതഗതിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ പദ്ധതി 2015 ജൂലൈ 2 കമ്മീഷൻ ചെയ്തു. ഇത്തരത്തിൽ മുടങ്ങിക്കിടക്കുകയോ കാലതാമസമുണ്ടാവുകയോ ചെയ്ത ഒട്ടനവധി പദ്ധതികളാണ് പ്രഗതിയിലൂടെ പുനരുജ്ജീവിച്ചത്. സാമൂഹിക മേഖലാ പദ്ധതികൾ ത്വരിതപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള പ്രഗതി ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ സഹായിച്ചു. 2024 എല്ലാ ഗ്രാമീണ വീടുകളിലും ശുദ്ധ ജല പൈപ്പ് കണക്ഷനുകൾ നൽകുക എന്ന ലക്ഷ്യത്തോടെയുള്ള ജൽജീവൻ മിഷൻ ഒരു പ്രധാന ഉദാഹരണമാണ്. ഗ്രാമീണ കുടുംബങ്ങളിൽ ശുദ്ധജല ലഭ്യത 2019 17% 2024 74% ഉയർന്നു. അതുകൂടാതെ സ്വച്ഛ് ഭാരത് മിഷൻ 100 ദശലക്ഷത്തിലധികം ശൌചാലയങ്ങൾ വിജയകരമായി സ്ഥാപിച്ചു. ഇത് പൊതു ഇടങ്ങളിലെ വിസർജനവും ഭൂഗർഭജല മലിനീകരണവും തടഞ്ഞുകൊണ്ട് മെച്ചപ്പെട്ട ശുചിത്വവും പൊതുജനാരോഗ്യവും സംഭാവന നൽകി. ഗ്രാമീണ വീടുകൾക്ക് സൌജന്യ വൈദ്യുതി നൽകുന്ന സൌഭാഗ്യ പദ്ധതി പ്രഗതിയുടെ മേൽനോട്ടത്തിൽ വന്നതോടെ സാർവത്രിക വൈദ്യുതീകരണത്തിൽ ഗണ്യമായ പുരോഗതി കൈവരിക്കാൻ കാരണമായി.
കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാരുകൾ, ജില്ലാ അധികാരികൾ, മന്ത്രാലയങ്ങളും വകുപ്പുകളും തുടങ്ങി നിരവധി തലങ്ങളിലുള്ള ഭരണകേന്ദ്രങ്ങൾ ഉൾപ്പെട്ടതാണ് ഇന്ത്യയുടെ ഭരണ സംവിധാനം. ഫെഡറൽ സന്തുലിതാവസ്ഥ ഉറപ്പാക്കുന്നതാണ് ഈ ഘടനയെങ്കിലും ചരിത്രപരമായി നോക്കിയാൽ പല തട്ടിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്ന പദ്ധതികളിൽ ഇത് കാലതാമസം, ഉത്തരവാദിത്ത വിടവുകൾ, ജോലി ഇരട്ടിപ്പ് എന്നിവയ്ക്ക് കാരണമായിട്ടുണ്ട്. മന്ത്രാലയങ്ങൾ തമ്മിലുള്ള ഏകോപന പ്രശ്നങ്ങൾ, കേന്ദ്ര സംസ്ഥാന അഭിപ്രായ വ്യത്യാസങ്ങൾ, നടപടിക്രമങ്ങളിലെ കാലതാമസം, ദീർഘകാലമായി പരിഹരിക്കപ്പെടാത്ത പൊതുജന പരാതികൾ തുടങ്ങിയ വ്യവസ്ഥാപരമായ വെല്ലുവിളികളാണ് രാജ്യം നേരിട്ടിരുന്നത്. ഇത്തരം പ്രശ്നങ്ങൾ തടയുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവിഷ്കരിച്ച ഭരണ സംവിധാനമാണ് പ്രഗതി. മന്ത്രാലയ സെക്രട്ടറിമാർ, സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശ ചീഫ് സെക്രട്ടറിമാർ, പ്രധാന വകുപ്പുകളിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുമായി പ്രധാനമന്ത്രിക്ക് ഒരേ സമയം സംവദിക്കാൻ കഴിയുന്ന ഉന്നതതല അവലോകന സംവിധാനമാണിത്. പദ്ധതികളുടെ കൃത്യമായ നടത്തിപ്പ് സാധ്യമാകുന്ന വിധത്തിലാണ് പ്രഗതിയുടെ പ്രവർത്തനങ്ങൾ. മുൻഗണനാ പദ്ധതികളും പ്രശ്നങ്ങളും തിരിച്ചറിയൽ, തത്സമയ പുരോഗതി വിവരങ്ങളുടെ അവതരണം, പ്രധാനമന്ത്രിയും ബന്ധപ്പെട്ട അധികാരികളും തമ്മിലുള്ള നേരിട്ടുള്ള ചർച്ച, ഉത്തരവാദിത്തങ്ങളുടെയും സമയക്രമങ്ങളുടെയും ക്രോഡീകരണം, ഘടനാപരമായ തീരുമാനങ്ങൾ കടലാസിൽ ഒതുങ്ങാതെ സുഗമവും സമയബന്ധിതവുമായ പ്രവർത്തനം ഉറപ്പാക്കുക ഇവയൊക്കെ പ്രഗതി യോഗങ്ങളിലൂടെ നടപ്പാക്കുന്നു. പദ്ധതികളുടെ സമയബന്ധിതമായ നടത്തിപ്പ്, ഉദ്യോഗസ്ഥരുടെ നിഷ്ക്രിയത്വം ഇല്ലാതാക്കുക, കേന്ദ്ര സംസ്ഥാന ഏകോപനം മെച്ചപ്പെടുത്തുക, സഹകരണ ഫെഡറലിസം പ്രോത്സാഹിപ്പിക്കുക, സുതാര്യതയും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കുക, ഫലപ്രദമായ ഭരണത്തിനായി സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുക തുടങ്ങിയവയാണ് പ്രഗതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. മിനിമം ഗവൺമെന്റ്, പരമാവധി ഭരണം എന്ന വിശാലമായ ഭരണ തത്വശാസ്ത്രത്തെയാണ് പ്രഗതി പ്രതിഫലിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രഗതി സംരംഭം രാജ്യത്തെ ക്ഷേമ പ്രവർത്തനങ്ങളുടെയും വൻകിട പദ്ധതികളുടെയും നടത്തിപ്പിന് വേഗം കൂട്ടിയതായി ക്യാബിനറ്റ് സെക്രട്ടറി ടി.വി. സോമനാഥൻ പറഞ്ഞു. 2015 പദ്ധതി ആരംഭിച്ചതിന് ശേഷം കോവിഡ്, ബാങ്ക് ഇൻഷുറൻസ്, ജൻധൻ യോജന തുടങ്ങിയ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ അവലോകനം ചെയ്തതായും അദ്ദേഹം വ്യക്തമാക്കി. The objective of Pragati is to improve center and center-state coordination in order to, firstly, fast-track critical infrastructure projects which face issues and bottlenecks. Secondly, improve the outcomes in flagship schemes which may be showing suboptimal performance or which might require structural reforms. And thirdly, assess and resolve important categories of citizen grievances across various sectors of the government. In terms of projects, it has so far covered over 3,300 projects worth 85 lakh crores. This includes both projects which had a problem and projects which did not have a problem. I am not suggesting that all 3,300 faced problems, but this is the portfolio of projects that Pragati has handled in this period of time. 61 government schemes other than projects have also been reviewed in Pragati. The number of issues that have been raised and resolved, we have taken up 7,735 issues in the various projects that have been covered by this system, and out of which 7,156 have so far been resolved. And if we look at the resolved issues, 73% relate to only 3 topics. The largest number, 35%, is on land acquisition. The second largest is on forest, wildlife and environmental clearances. And the third is on issues of right of use or right of way. സഹകരണ ഫെഡറലിസത്തെ ശക്തിപ്പെടുത്തുന്നതാണ് പ്രഗതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകളിലൊന്ന്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ ഒരേ വേദിയിൽ കൊണ്ടുവരുന്നതിലൂടെ പ്രഗതി തർക്കങ്ങൾക്ക് പകരം പരസ്പര സഹകരണം വളർത്തുന്നു. സംസ്ഥാനങ്ങൾക്ക് അവരുടെ വെല്ലുവിളികൾ നേരിട്ട് അവതരിപ്പിക്കാനും അവസരം നൽകുന്നു. എന്നിരുന്നാലും കൃത്യവും സമയബന്ധിതവുമായ വിവരങ്ങളുടെ ലഭ്യത, സന്തുലിതമായ നടത്തിപ്പ് ഉറപ്പാക്കിയില്ലെങ്കിൽ അമിത കേന്ദ്രീകരണത്തിനുള്ള സാധ്യത, തീരുമാനങ്ങൾ താഴെ തലത്തിൽ നടപ്പിലാക്കുന്നതിലെ വെല്ലുവിളികൾ തുടങ്ങി ചുരുക്കം ചില പരിമിതികൾ പ്രഗതി നേരിടുന്നുണ്ട്. ഇന്ത്യയുടെ ഭരണചട്ടക്കൂടിന്റെ സുപ്രധാന പരിണാമത്തെയാണ് പ്രഗതി പ്രതിനിധീകരിക്കുന്നത്. നേതൃത്വം, സാങ്കേതികവിദ്യ, ഉത്തരവാദിത്തം എന്നിവ സംയോജിപ്പിച്ചുകൊണ്ട് പൊതുഭരണത്തിന്റെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുകയും വികസന ഫലങ്ങൾ ത്വരിതപ്പെടുത്തുകയും ചെയ്തുകൊണ്ടാണ് പ്രഗതിയുടെ മുന്നേറ്റം. പദ്ധതികൾ സമയബന്ധിതമായി നടപ്പിലാക്കുന്നത് സാമ്പത്തിക വളർച്ചയ്ക്ക് ആക്കം കൂട്ടുമെന്ന് റിട്ടയർഡ് അധ്യാപകൻ ഡോക്ടർ വിജയകുമാർ ബി ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. ടെക്നോളജി രംഗത്ത് കൈവരിച്ച അഭൂതപൂർവമായ നേട്ടം ലോകത്തെ 5ാം വ്യവസായ വിപ്ലവത്തിലേക്ക് നയിക്കുന്ന കാലത്താണ് നാം ജീവിക്കുന്നത്. കാര്യക്ഷമതയോടുള്ള ഭരണനിർവഹണം വികസനത്തിൻ്റെ ഗതിവിഗതികളെ നിർണ്ണയിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. ഭരണനിർവഹണം കാര്യക്ഷമമായി നടക്കുന്നുവെന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്നത് വികസന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കി അവ
ജനോപകാരപ്രദമായി മാറുമ്പോൾ മാത്രമാണ്. പദ്ധതി നിർവഹണത്തിൽ കാലതാമസമുണ്ടാക്കുന്നത് പദ്ധതി ചെലവ് വർദ്ധിപ്പിക്കുക മാത്രമല്ല, പദ്ധതി മൂലം ജനങ്ങൾക്ക് പ്രയോജനമുണ്ടാകുന്ന കാലയളവിൽ കാര്യമായ കുറവ് വരുത്തുകയും ചെയ്യും. ഇവ രണ്ടും നികുതിദായകരായ പൗരന്മാർക്ക് നഷ്ടം വരുത്തും. പദ്ധതി നടത്തിപ്പിൽ സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പുവരുത്തുന്ന ഭരണ നിർവഹണ പരിപാടികൾ ജനങ്ങൾക്ക് സർക്കാരിലുള്ള വിശ്വാസ്യത കൂടുതൽ ഉറപ്പുവരുത്തും. പൊതുപണം പൊന്നുപോലെ സൂക്ഷിക്കപ്പെടുന്നു എന്ന വിശ്വാസമാണ് ഇതിന് അടിസ്ഥാനം. പദ്ധതികൾ സമയബന്ധിതമായി നടപ്പിലാക്കുന്നത് സാമ്പത്തിക വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നതിനോടൊപ്പം പണത്തേക്കാൾ വില സമയത്തിനാണെന്ന ബോധം സമൂഹത്തിൽ സൃഷ്ടിക്കും. അടിസ്ഥാന സൗകര്യങ്ങളും സാമൂഹിക ആരോഗ്യ പദ്ധതികളും കൃത്യമായി നടപ്പാക്കുന്നതിനോടൊപ്പം അവയുടെ കുറ്റമറ്റതായ തുടർപ്രവർത്തനങ്ങളും ഉറപ്പാക്കേണ്ടതുണ്ട്. ഇത് മോണിറ്റർ ചെയ്യുന്നതിനും കാലാകാലങ്ങളിൽ വേണ്ട അറ്റകുറ്റപ്പണികൾ നടത്തി പദ്ധതിയുടെ പ്രയോജനം പരമാവധി സമൂഹത്തിന് ലഭ്യമാക്കുന്നതിനും യഥാസമയം അവലോകനം നടത്തുന്നതിന് ടെക്നോളജി തുടർന്ന് നാം ഉപയോഗിക്കേണ്ടതുണ്ട്. പ്രഗതി ഈ ദിശയിലേക്കുള്ള പ്രവർത്തനങ്ങളായി മാറുമെന്ന് കരുതുന്നു. സമയബന്ധിതമായ പദ്ധതി വികസനം ഉറപ്പാക്കുന്നതിനായി പ്രധാനമന്ത്രി നേരിട്ട് നേതൃത്വം നൽകുന്ന പ്രഗതി സംരംഭം സംബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ അവസാനിക്കുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കിയത് കാർത്തിക വിശ്വംഭരൻ. അവതരണം അശ്വതി.